2 വർഷം മുമ്പ് നടന്ന മേള വളരെ വലിയ വിജയമായിരുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും നല്ല സഹകരണം ആ ഒരു കാര്യത്തിൽ കിട്ടി. ഈ മേള വിവിധ വെന്യൂകളിലായിട്ട് നമ്മുടെ ഈ പട്ടണത്തിൽ ഈ ഇലക്ഷൻ കാലഘട്ടത്തിൽ ഇലക്ഷൻ്റെ തിരക്കിൻ്റെ ഇടയിൽ നടക്കുകയാണ്. സംസ്ഥാന കായികമേള സംസ്ഥാന കലോത്സവവുമായി ബന്ധപ്പെട്ട് നമുക്ക് ജനുവരിയിലേക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം വന്നതുകൊണ്ടാണ് ഈ മേള ഇപ്പോൾ നമ്മളിവിടെ നടക്കുന്നത്. പത്രസമ്മേളനത്തിൽ നമ്മളോടൊപ്പം ഉള്ളത് നമ്മുടെ ഈ കലോത്സവത്തിൻ്റെ ജനറൽ കൺവീനറും ബഹുമാന്യായ തിരുവനന്തപുരം DD-യുമായിട്ടുള്ള ശ്രീജ ഗോപിനാഥ് മാഡം അവർകളാണ്. ഒപ്പം തന്നെ നമ്മുടെ ആറ്റിങ്ങലത്തെ AEO ഡോക്ടർ സന്തോഷ് കുമാർ സാറ്, കിളിമാനൂരത്തെ AEO നമ്മുടെ പ്രദീപ് സാറ്, അതേപോലെ തന്നെ നമ്മുടെ ഈ സ്കൂളിൻ്റെ HM ഷായി സാറ്, പ്രിൻസിപ്പൽ, പ്രോഗ്രാം കമ്മിറ്റിയുടെ കൺവീനറും ഇവിടെ എത്തിച്ചേരുന്നതാണ്. കാര്യങ്ങളൊന്ന് പറയാം. പാർക്കിംഗ് എന്നാൽ വാഹന സൗകര്യത്തിന് സംവിധാനം. ഒന്ന് ആറ്റിങ്ങൽ പട്ടണത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വെഞ്ഞാറമൂടുകൂടി പണി നടക്കുന്നതുകൊണ്ട് ആറ്റിങ്ങൽ കൺജസ്റ്റ് ആയിട്ടുള്ളൊരു ഇതാണ്. പൊതുവെ റോഡ് കുറച്ചുകൂടി തിരക്കാണ്. അപ്പോൾ CSA സ്കൂളിലേക്ക് വരുന്ന കുട്ടികൾ, അതായത് വിവിധ സബ് ജില്ലകളിൽ നിന്ന് വരുന്ന കുട്ടികൾ സ്കൂൾ ബസ്സുകളിലായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ സ്വകാര്യ വാഹനങ്ങളിലായിരിക്കും വരുന്നത്. അവർ നമ്മുടെ അവിടെ വളഞ്ഞാൽ അത് കച്ചേരി നടയിലെ സിഗ്നലിനും മറ്റും അതായതുകൊണ്ട് തന്നെ കുറച്ച് ബ്ലോക്ക് ആകും എന്നുള്ളതുകൊണ്ട് കുട്ടികളെ അവിടെ ഇറക്കിയതിന് ശേഷം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ഫയർഫോഴ്സിൻ്റെ ആ മേഖലയിലുള്ള ബൈപ്പാസിലേക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ആ രീതിക്ക് പഴയ റോഡിൽ. അതിനോടൊപ്പം തന്നെ നമ്മുടെ പാർക്കിൻ്റെ പിറകിൽ ചെറിയ കാറുകളെല്ലാം നമ്മുടെ LMS പാർക്കിൻ്റെ വിഷുമുക്കിലെ പാർക്കിൻ്റെ പിറകിലുള്ള ആ പഴയ റോഡ് ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ തന്നെ ടൗൺ EPS, ഡയറ്റ്, ആറ്റിങ്ങൽ ഗേൾസ് ഇവിടങ്ങളിലേക്ക് വരുന്ന സ്കൂൾ ബസ്സുകളും മറ്റ് സബ് ജില്ലകളിലെ സ്കൂൾ ബസ്സുകളും സ്വകാര്യ വാഹനങ്ങളും പാർക്ക് ചെയ്യേണ്ടത് നമ്മുടെ കൊല്ലമ്പുഴ റോഡിലും അതേപോലെ തന്നെ ആവണീശ്വരം ക്ഷേത്രത്തിലേക്ക് പോകുന്ന റോഡ്, ഒപ്പം തന്നെ നമ്മുടെ പുതിയതായി പണി നടക്കുന്ന ബൈപ്പാസ്, NH ബൈപ്പാസ്, ആ ഭാഗങ്ങളിൽ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കുട്ടികൾ ഇവിടെ ഇറക്കിയതിന് ശേഷം ആ വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്യും. ബോയ്സിലേക്ക് വരുന്നത് കുറച്ച് വാഹനങ്ങൾ കോളേജ് ഗ്രൗണ്ടിനകത്ത് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. അതായത് പന്തൽ, ഭക്ഷണത്തിൻ്റെ പന്തൽ ഒരു വശത്തേക്കാണ്. അതേസമയത്ത് തന്നെ കുറച്ച് അധികം സ്ഥലം ഇപ്പുറത്തെ സൈഡിൽ കിട്ടുമെന്നുള്ളതുകൊണ്ട് അവിടെ കുറച്ച് പാർക്കിങ് അകത്തേക്ക് കയറിയതിന് ശേഷം അവധിയുള്ള ദിവസങ്ങളിൽ അകത്തേക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ പരമാവധി വലിയ വണ്ടികളെല്ലാം തന്നെ കോളേജിൻ്റെ കവാടത്തിൻ്റെ അവിടെ കുട്ടികളെ ഇറക്കി ഭക്ഷണത്തിന് വിട്ടതിന് ശേഷം കുറച്ച് മുമ്പോട്ട് വന്നിട്ട് നമ്മുടെ പഴയ ട്യൂട്ടോറിയൽ KCSE ആർട്സ് ഉണ്ട്, കരിശി അമ്പലത്തിന് അങ്ങോട്ട് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്ക് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ, പോലീസ്, എക്സൈസ്, പിന്നെ ഹെൽത്ത്, അതുപോലെ തന്നെ പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, ഇവരുടെ എല്ലാ സഹായം അവരുടെ എല്ലാ ഭാഗത്തു നിന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ പിന്നെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള അർജൻറ്റായിട്ടുള്ള പരിപാടികൾ ഉള്ളതുകൊണ്ട് ഉള്ള ഒരു പ്രശ്നമേ ഉള്ളൂ. എങ്കിലും ഹരിതകർമ്മസേനയും ശുദ്ധ മിഷനും ഒക്കെ നമ്മളോട് ചേർന്ന് നിന്ന് അതിൻ്റെയൊക്കെ മീറ്റിങ്ങുകളും പിന്നെ നടക്കുന്നുണ്ട്. ഇന്ന് വൈകിട്ടും രാവിലെ നടന്ന മീറ്റിങ്ങിലും ആറ്റിങ്ങൽ SI പങ്കെടുത്തിരുന്നു. ഇനി 5 മണിക്ക് വീണ്ടും ഒരു മീറ്റിംഗ് കൂടെ അദ്ദേഹം വിളിച്ചു ചേർത്തിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ സാറ് പറഞ്ഞതുപോലെ തിരുവനന്തപുരം റവന്യൂ ജില്ലാ കലോത്സവമാണ് ആറ്റിങ്ങലിലെ 14 വേദികളിലായിട്ട് നടക്കുന്നത്. അതിൻ്റെ പ്രധാന വേദിയായിട്ട് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത് ആറ്റിങ്ങൽ ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളാണ്. നമ്മുടെ 12 സബ് ജില്ലകളുടെ കലോത്സവങ്ങൾ കഴിഞ്ഞതാണ്. ആ സബ് ജില്ലകളെ പ്രതിനിധീകരിച്ചാണ് കുട്ടികൾ എത്തുന്നത്. ദിവസവും ഒരു 6000-ഓളം മത്സരാർത്ഥികളെ ഈ 14 വേദികളിൽ നമുക്ക് പിന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. സ്കൂളുകളിലെ വേദികളായിട്ട് നിശ്ചയിച്ചിട്ടുള്ള സ്കൂളുകളിലെ SPC, NCC, NSS, സ്കൗട്ട്, ഗൈഡ് ഒക്കെ വിദ്യാർത്ഥികളുടെയും ഇവിടുത്തെ അധ്യാപകരുടെയും ഈ നാട്ടുകാരുടെയും ഇവിടുത്തെ PTA, SMC അംഗങ്ങൾ, ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ എല്ലാ വേദികളിലെയും PTA, SMC അംഗങ്ങളുടെയും ഉള്ള സഹായവും സഹകരണവും ഇതുവരെ ഉണ്ട്. ഇത് തുടർന്നും ഉണ്ടാവും എന്നുള്ള ഉറപ്പിലാണ് നമ്മൾ ആറ്റിങ്ങലിലേക്ക് വന്നത്. നമ്മുടെ ഇവിടെ ഈ പിന്നെ കലോത്സവം നമ്മൾ 14 കമ്മിറ്റികളിലാണ് കലോത്സവം നിയന്ത്രിക്കുന്നത്. അതായത് വിവിധ അധ്യാപക സംഘടനകൾ നേതൃത്വം കൊടുക്കുന്ന 14 കമ്മിറ്റികളുണ്ട്. അതിലെല്ലാം കൺവീനർമാരെയും തിരഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ജനപ്രതിനിധികൾക്ക് നേരിട്ട് വേദികൾ പങ്കിടാൻ പറ്റാത്തത് കൊണ്ട് അവരൊന്ന് മാറി നിൽക്കുന്നു എന്നേ ഉള്ളൂ. എല്ലാ പിന്നെ ജനപ്രതിനിധികളുടെയും സപ്പോർട്ട് നമുക്ക് ഈ പ്രത്യേകിച്ച് നമ്മൾ ഇതെന്ന് പറയുമ്പം കുഞ്ഞുങ്ങളുടെ മേളയാണ്, അതിന് ഉണ്ട്. MLA-യുടെ പ്രത്യേക ശ്രദ്ധയും സാന്നിധ്യവും ഉണ്ടാവും എന്നാണ് സാറ് പറഞ്ഞിട്ടുള്ളത്. ഭക്ഷണം ക്രമീകരിച്ചിരിക്കുന്നത് ബോയ്സ് ഹൈസ്കൂളാണ്. ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന് അതിനോട് ചേർന്നുള്ള നമ്മുടെ കോളേജിൻ്റെ ഗ്രൗണ്ടിലാണ് ഭക്ഷണത്തിന് പന്തലിട്ടിരിക്കുന്നത്. അവിടെ കുട്ടികൾക്ക് എല്ലാ ക്രമീകരണങ്ങളും കൊടുത്തിട്ടുണ്ട്. ഭക്ഷണം പഴയുടെ മോഹനൻ നമ്പൂരിയാണ് നമ്മുടെ ജില്ലാ മേളയുടെ ഭക്ഷണം ഏറ്റിട്ടുള്ളത്.
ഉച്ച ഭക്ഷണവും പ്രഭാത ഭക്ഷണവും അത്താഴവും സഹിതം നമുക്ക് ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു ഉത്സവമാണ്, ഇതൊരു നാടിൻ്റെ ഉത്സവമാണ്. ആറ്റിങ്ങൽ അത് വളരെ സന്തോഷപൂർവ്വം ഏറ്റെടുത്തതിലും സന്തോഷമുണ്ട്. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Arabian Fashion Jewelry Wholesalers and Manufacturers. ആറ്റിങ്ങൽ, പോത്തങ്കോട്, ആലങ്കോട്, തൃശൂർ, ദുബായ്. അതിരുകളില്ലാത്ത ആത്മബന്ധം. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്.